യുവാവ് കഥ തുടരുന്നു. ഒടുവിൽ ഞാൻ ധാന്യനിരതനായി അള്ളാഹുവിന് ഇബാദത്ത് ചെയ്ത് കഴിഞ്ഞുകൂടാൻ തീരുമാനിച്ചു. അതിനായി വീട്ടിൽ നിന്നും ഞാൻ ഇറങ്ങി. ഈ സമുദ്ര തീരത്ത് ഏകനായിരുന്നു അള്ളാഹുവിനെ ആരാധിക്കുവാൻ തുടങ്ങി. സദാസമയവും നിസ്കാരവും നോമ്പും ദിക്റുകളുമായി ഞാൻ കഴിഞ്ഞുകൂടി. ഇതിൽ മാത്രമായി കൊണ്ട് തന്നെ ശ്രദ്ധ നീങ്ങുകയും അള്ളാഹുവിൻ്റെ സാമീപ്യം നേടാനുള്ള മോഹം ഐഹിക ലോകത്തോടുള്ള വിരക്തിയിലേക്ക് എന്നെ നയിക്കുകയും ചെയ്തു. ദിവസം ഒരു നേരം മാത്രമായിരുന്നു ഞാൻ ഭക്ഷണം കഴിച്ചിരുന്നത്. അതിനുവേണ്ടി മാത്രം ഞാൻ കൂലിവേല ചെയ്തു. ജോലിയിൽ കിട്ടുന്ന വേതനം നോമ്പ് തുറക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഉപയോഗിച്ചത്. ഈ നിലയിൽ ഒട്ടനവധി ദിവസങ്ങൾ ഞാൻ കഴിച്ചു നീക്കി. ഒരു ദിവസം എങ്ങു നിന്നോ അറിയില്ല ഈ സൗധം എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഇത് എന്നെ വല്ലാതെ ആകർഷിച്ചു. ഇതെങ്ങനെ ഇവിടെ എത്തി? നാളെത്രയോ ഞാനിവിടെയുണ്ട്. എവിടെ നിന്നാണ് ഇത് വന്നത്? വിസ്മയത്തോടെ ഞാൻ അതിൻ്റെ അടുത്തേക്ക് ചെന്നു. അതിൻ്റെ മനോഹരിത ഏകാന്തതയുടെ കൂരിരുട്ടിലും വല്ലാതെ എന്നെ അത്ഭുതപ്പെടുത്തി. തുറക്കപ്പെടാൻ വാതിലുകൾ ഒന്നും കാണാത്ത ഈ സൗധത്തിന് ചുറ്റും ഞാൻ നടന്നു നീങ്ങി. അത്ഭുതങ്ങൾക്കിടയിൽ അതാ ഒരു വാതിൽ പ്രത്യക്ഷപ്പെടുന്നു. വാതിൽ തുറന്നു ഞാൻ അകത്തേക്ക് നോക്കി. എന്തൊരു ഭംഗിയിൽ ആകൃഷ്ടനായ ഞാൻ അകത്തേക്ക് കയറി. എന്നെ ആരോ അകത്തേക്ക് പിടിച്ചു കയറ്റിയതുപോലെ പെട്ടെന്ന് ടപ് എന്ന ശബ്ദത്തിൽ സൗധത്തിൻ്റെ വാതിൽ സ്വയം അടഞ്ഞു. ഞാനൊന്ന് പതറി വാതിൽ തുറക്കാൻ ശ്രമിച്ചു. ഇല്ല, സാധിക്കുന്നില്ല. അടുത്ത നിമിഷം കൂറ്റൻ തിരമാലകൾ വന്നു ഈ സൗധത്തെ സമുദ്രത്തിൻ്റെ അഗാധയിലേക്ക് കൊണ്ടുപോയി. അന്നു മുതൽ ഞാൻ ഈ സമുദ്രത്തിൻ്റെ അടിയിൽ ജീവിക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്ത് നടന്ന സംഭവമാണ് ഞാൻ പറയുന്നത്. അതിനുശേഷം ലോകത്ത് എന്തൊക്കെ നടന്നുവെന്നോ കാലം എത്ര കഴിഞ്ഞുവെന്നോ എനിക്കറിയില്ല. തുടരും.